ആദ്യം ചീനച്ചട്ടി ചൂടാക്കി എടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. ഇനി അതിലേക്ക് ഉണക്കമുളകും നല്ല ജീരകവും മട്ടയരിയും ഇട്ടുകൊടുക്കാം. ഫ്ലെയിം സിമ്മർ ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അരി ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്. അതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളി അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വാടണം. എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിക്ക് ചെറുതായി കളർ ചേഞ്ച് വന്ന് തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം പൊടികൾ ചേർക്കാം. എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഇട്ടുകൊടുത്തത്. പച്ചമുളക് ചേർക്കുന്നില്ല. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് ചൂടാക്കിയിട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറണം കേട്ടോ. തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തോരൻ പെട്ടെന്ന് കേടായി പോകത്തില്ല. തേങ്ങ ഞാൻ ചിരകിയത് അതേപടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒതുക്കിയെടുത്തിട്ടൊന്നുമില്ല. തുടർച്ചയായി ഇളക്കി കൊടുത്ത് ഈ അരപ്പൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡ്രെയിൻ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാലും ഇതിൽ കുറച്ച് വെള്ളമൊക്കെ കാണും. അതുകൊണ്ട് നമ്മളായിട്ട് അതിലേക്ക് വെള്ളമൊന്നും തളിച്ചു കൊടുക്കണ്ട. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. അടുത്തതായി തേങ്ങയുടെ അരപ്പ് വെച്ച് മുരിങ്ങയില നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്ലെയിം സിമ്മർ ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴേക്കും ഇലയൊക്കെ ഒന്ന് ഒതുങ്ങും. 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറണം. ഇനി സ്റ്റർ ഫ്രൈ ചെയ്താൽ നമ്മളിത് എടുക്കേണ്ടത്. ഒരു സ്പൂൺ വെച്ച് തുടർച്ചയായി ഇളക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ മുരിങ്ങയിലയിൽ എത്ര ഡ്രെയിൻ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞാലും വെള്ളമുണ്ടാകും. അതുകൊണ്ടാണ് അതിങ്ങനെ സ്റ്റിക്കായിരിക്കുന്നത്. ഡ്രൈ ആയി വരും തോറും ഇലകൾ വേറിട്ട് വരും. ഇതേമാതിരി ആകും. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ ഇലകളൊക്കെ സെപ്പറേറ്റ് ആയി വന്നത്. തോരൻ പാകമായിട്ടുണ്ട്. ഇനി അത് ചീനച്ചട്ടിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അവിടെ ഇരുന്ന് തണുക്കട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. മുരിങ്ങയില തോരൻ റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.